അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഞാൻ വലിയുല്ലാഹി മുഹമ്മദ് ഷരീഫ് മണ്ണാർക്കാട്. വിശ്വാസി സമൂഹത്തോട് സർവശക്തനായ അള്ളാഹു അല്ലെങ്കിൽ ജഗദീശ്വരൻ അല്ലെങ്കിൽ യഹോവ നമ്മോട് പ്രായപൂർത്തി ആയത് മുതൽ വയോവൃദ്ധരാകുന്നതിൻ്റെ ഇടയിലുള്ള കാലഘട്ടം നാം സമൂഹത്തിൽ ഇടപഴകി ജീവിക്കുമ്പോൾ വിവാഹം, മറ്റു വലിയ വേദികൾ അവിടെയുമാവട്ടെ പരസ്പരം ടച്ചാവാതെ നിൽക്കുക, അത് നമുക്ക് ഒരു കാന്തിക ബലത്തിലൂടെ അല്ലെങ്കിൽ മാഗ്നറ്റിക് പവറിലൂടെയാണ് നമ്മുടെ ശരീരത്തെ അള്ളാഹു അല്ലെങ്കിൽ ജഗദീശ്വരൻ അല്ലെങ്കിൽ യഹോവ സൃഷ്ടിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ പരസ്പരം ഇത് നെഗറ്റീവ് പോസിറ്റീവ് കാന്തങ്ങളായി പ്രവർത്തിക്കുകയും അവിടെ പിശാചിൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയും അത് അവിഹിത ബന്ധത്തിലേക്കും കുടുംബത്തിൻ്റെ പരാജയത്തിലേക്കും ആത്മീയത നഷ്ടപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മുടെ മക്കളോ നമ്മുടെ രക്തബന്ധമോ മാതാപിതാക്കളോ അത്തരമൊരു സാമൂഹിക സംഘടിതമായ ആ ഒരു സൃഷ്ടിപ്പിൻ്റെ ഭാഗത്തെ അത് ശക്തമായി ബാധിക്കുകയും ആരുടെ കുട്ടിയാണോ ആരുടെ കുഞ്ഞാണോ അല്ലെങ്കിൽ ആരുടെ മാതാവാണോ പിതാവാണോ എന്ന് തിരിച്ചറിയാൻ വരെ ബുദ്ധിമുട്ടുണ്ടാവുകയും നമ്മുടെ കുടുംബജീവിതത്തെ ആടി ഉലക്കുകയും ഒരു പരിധിവരെ അതെല്ലാം നമുക്ക് വിവാഹമോചനത്തിലേക്കും വലിയ രക്തച്ചുരച്ചിലേക്കും മാറ്റമുണ്ടാവുന്നത് കൊണ്ട് തന്നെ സമാധാനം അഥവാ ഇസ്ലാമിനു വേണ്ടി സർവശക്തനായ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള നിബന്ധനയാണ് നാം ശാരീരികമായി കൗമാരത്തിൻ്റെ പ്രായം മുതൽ വയോവൃദ്ധരാകുന്നതുവരെ പരസ്പരം അടുത്ത് നാം ടച്ച് ചെയ്യാതെ നിൽക്കുക. അത് സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ കർശനമായ നിർബന്ധിത ബാധ്യതയാണ്, അഥവാ ഫറല് കിഫ എന്ന് പറയും. അത് പാലിക്കപ്പെടൽ നിർബന്ധമാണ്, ഇല്ലെങ്കിൽ ശിക്ഷ നൽകപ്പെടും എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രത്യേകിച്ച് യുവതീ യുവാക്കൾ അതുപോലെ കൗമാരപ്രായക്കാരായ ആളുകൾ നമ്മുടെ വിദ്യാലയങ്ങൾ തൊട്ട് അത് കോളേജിലാവട്ടെ സമൂഹത്തിലെ മറ്റു ഉദ്യോഗസ്ഥ മേഖലയാവട്ടെ നാം ജോലി ചെയ്യുന്ന മേഖലയാവട്ടെ പരസ്പരം സ്പർശിച്ചുകൊണ്ടുള്ള ആ ഒരു രീതി തികച്ചും ഹറാമാണ്. അത് നിങ്ങൾക്ക് ശിക്ഷ മേടിച്ച് തരിക തന്നെ ചെയ്യും. മാത്രമല്ല കുടുംബ ബന്ധങ്ങളെ ഇല്ലായ്മ ചെയ്യും. ഇന്ന് യൂറോപ്പോ അമേരിക്കയോ പോലും പുലർത്താത്ത അത്രയും മോശമായ രീതിയിലാണ് നമ്മുടെ കൗമാരക്കാരായ വിദ്യാർത്ഥികൾ പെരുമാറുന്നത്. പിന്നെ എന്തിനാണ് നിങ്ങൾ വിവാഹബന്ധത്തെ ആഘോഷിക്കപ്പെടാനോ നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടെ സത്യസന്ധമായി ആത്മീയതയിലൂടെ എങ്ങനെയാണ് പിന്നീട് നിങ്ങൾക്കൊരു ഭാര്യയോ ഭർത്താവോ ആയി ജീവിക്കാൻ കഴിയുക എന്ന് ഓരോ വിദ്യാർത്ഥിയും വിദ്യാർത്ഥിനിയും ശ്രദ്ധിക്കുക. ഇത് പ്രത്യേകിച്ച് ആൺകുട്ടികളെക്കാൾ കൂടുതൽ ചെയ്യുന്നത് പെൺകുട്ടികളാണ്. അവർ പരസ്പരം വന്ന് തൊട്ടുരുമി ആൺകുട്ടികളെ പ്രലോഭിപ്പിക്കുന്ന ഒരു രീതി ഞാൻ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഈ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ ഒരു ജീവിതത്തിൻ്റെ ആത്മാർത്ഥമായ ആത്മീയതയും സംസ്കാരവും നമ്മുടെ പാരമ്പര്യവും കാത്തുസൂക്ഷിക്കുന്നതിൻ്റെ ഗുണഫലം ഈ ലോകത്തും നാളെ പാരത്രിക ലോകത്തും അള്ളാഹു അല്ലെങ്കിൽ ജഗദീശ്വരൻ അല്ലെങ്കിൽ യഹോവ നമുക്ക് നൽകുമാറാവട്ടെ എന്ന ആത്മാർത്ഥ പ്രാർത്ഥനയോടുകൂടെ ഈ ഒരു നിർദ്ദേശം നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഇല്ല എങ്കിൽ സമൂഹം അമേരിക്കയും യൂറോപ്പും അധംപതിച്ചതിനേക്കാൾ കൂടുതൽ ഇന്ത്യ അധംപതിച്ചു പോകും. പ്രത്യേകിച്ച് കേരളം എന്ന യാഥാർത്ഥ്യം നാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മതനേതാക്കൾ മതപ്രബോധകർ ഈ രംഗത്തേക്ക് ശക്തമായി ഇറങ്ങുകയും ഇത്തരം അനീതികൾക്കെതിരെ അരാജകത്വത്തിനെതിരെ സാമൂഹ്യ തിന്മകൾക്കെതിരെ മയക്കുമരുന്നിൻ്റെ ലോബികൾ പോലെ തന്നെ ഇതെല്ലാം തടുക്കപ്പെടേണ്ടതാണെന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് സമ്പത്തിനും അധികാരത്തിൻ്റെയും പിന്നാലെ പോവാതെ മതനേതൃത്വം പൗരോഹിത്യം ഈ നിയമ സംവിധാനം അഥവാ ഈ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ഈ സംവിധാനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ
എല്ലാ യഹോവ വിശ്വാസികളും, എല്ലാ ദൈവവിശ്വാസികളും, എല്ലാ അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരും മറ്റുള്ളവരും ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി പ്രയത്നിക്കുകയും അതുപോലെ തന്നെ സമൂഹത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ മതനേതാക്കളും മതപുരോഹിതന്മാരും വിശ്വാസി സമൂഹവും നാം മയക്കുമരുന്നിനെ എങ്ങനെയാണ് പ്രതികരിച്ചത്, അല്ലെങ്കിൽ ഈ കേരളത്തിൽ നിന്നും ഇല്ലായ്മ ചെയ്യാൻ നാം എങ്ങനെ മുന്നിട്ടിറങ്ങി, അതുപോലെ തന്നെ ഇതിന് മുന്നിട്ടിറങ്ങി കഴിയേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അങ്ങനെ മാറട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ.